നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല പിന്നെ ഇവളുമാര് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് കാവല് നിൽക്കുന്നതാണല്ലോ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും പണി. ഏട്ടാ, ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ആര്? മിത്ര. മിത്ര നന്ദിനിയുടെ കൂടെ അവിടെ വന്നതാ. കുറെ സമയം അവിടെ ഇരിക്കുകയും ചെയ്തു. ആരതിയുടെ വീട്ടിലേക്ക് മിത്ര എന്തിനു വരണം? എന്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അവള് കാവലിരിക്കണം? അച്ഛാ, ഇത് ചതിയാ. നന്ദിനിയെ അപകടപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം അവൾ എന്തോ ചെയ്തതാ. ഇല്ല സർ, മിത്ര മാഡം അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. പോകുമ്പോ മിത്ര മാഡത്തിന് കഴിക്കാൻ ഞങ്ങൾ ഫുഡും കൊടുത്തോട്ടു. നന്ദിനി, ഇക്കാര്യത്തിൽ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവള് മാത്രമാ. മിത്രയുടെ കാര്യമാകുമ്പോ പറഞ്ഞു വിശ്വസിപ്പിക്കാമല്ലോ. അവള് ശത്രുവല്ലേ? അതെ, അവള് ശത്രുവാണ്. അതുകൊണ്ട് തന്നെയാ സംശയിക്കുന്നതും. അവള് തനിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തതാണോ, ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചതാണോന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം. ഹലോ മിത്രേ, താൻ എവിടെയാ? സോറി, ഞാൻ മിത്രയല്ല, മിത്രയുടെ ഒരു ഫ്രണ്ടാ. മിത്ര എവിടെ? മിത്രയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? മിത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റാ. എന്തു പറ്റി? അവളും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ദർശനയും കൂടി ഇന്നലെ എവിടുന്നോ ഫുഡ് കഴിച്ചു. ഫുഡ് പോയ്സണാ. അവളുടെ ഏതോ ഒരു ഫ്രണ്ട് കൊടുത്ത ഫുഡാണെന്നാ പറഞ്ഞ. ഇടിയപ്പായിരുന്നു. ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങളുള്ളത്? മദർ ഹോസ്പിറ്റല്. ശരി. ആ, ഓക്കെ, ശരി. തെളിവെടുപ്പ് കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോ ഹോട്ടലിൽ വിഷബാധ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇവര് മിത്രയ്ക്ക് കൊടുത്ത ഭക്ഷണത്തില് വിഷാംശം ഉണ്ടായിരുന്നു. സോ ഈ നിൽക്കുന്ന രണ്ടെണ്ണവും കുറ്റവാളികളാ, കൊലയാളികള്. ആർക്കെങ്കിലും ആ കാര്യത്തിൽ സംശയമുണ്ടോ? ആ, എനിക്ക് സംശയമുണ്ട്. നന്ദിനി, നമുക്ക് മിത്ര ചെന്ന് കാണാം. എന്താ സംഭവിച്ചെന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. വേണ്ട സർ, ഇതെന്റെ വിധിയാ. എല്ലാ ദുരന്തവും എന്റെ തലയിലോട്ട് വന്ന് കയറണമെന്നുള്ള വിധി. ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയത് സർ ഞങ്ങളത്. ഞങ്ങളെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കും. എന്ത് നടപടി വേണമെങ്കിലും വരട്ടെ സർ, ഞങ്ങളത് അനുഭവിച്ചോളാം. അങ്ങനെ ഇത് വിട്ടുകളയാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാനിത് തെളിയിച്ചേ അടങ്ങും. അച്ഛാ, ഞങ്ങൾ മിത്രയെ കാണാൻ പോവാ. വിവേകേ, വാ. നന്ദിനി, എന്നോട് വരാനല്ലേ പറഞ്ഞേ? സർ, വരാൻ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് വരാം. നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ. ശരിടാ. അച്ഛാ, വാ.
അവസാനം അവളുടെ അഹങ്കാരത്തിന് കിട്ടേണ്ടത് കിട്ടി. ഓ, ആ വന്ന പോലീസുകാരെ നമ്മുടെ മുന്നിൽ നിന്ന് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോരുന്നെങ്കിലേ അത് നല്ല രസമുള്ളൊരു കാഴ്ചയേനെ. വേണ്ട മോളെ, ഒരാളുടെ വീഴ്ചയിലല്ല അയാളെ കുറ്റപ്പെടുത്തേണ്ടത്. ഓ, പിന്നെ എപ്പോഴാ ഡാഡി അവര് ജയിച്ചു നിൽക്കുമ്പോഴാണോ മറുപടി പറയണ്ടേ? അവര് ഇനിയും വരും. പോലീസുകാരി നടപടി കൊണ്ട് നിർത്തിയെന്നാണോ ഡാഡി കരുതുന്നത്? അടുത്ത വരവില്ലേ അന്വേഷണത്തിന് ചിലപ്പോ നമ്മൾ എല്ലാവരും മറുപടി പറയേണ്ടി വരും. എന്തിന്? ഇനി അവള് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാലല്ലേ? വന്നാ തന്നെ അവളെ ഇവിടെ ഞാൻ നിർത്തിയാലല്ലേ? ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മരുമകൾക്ക് ആളുകളെ കൊല്ലാനുള്ള ഒരു കേസ് കൂടി വന്നിട്ടുണ്ട്. അത്തരക്കാരിയായ ഒരുത്തിയെ ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് പറ്റില്ല. അച്ഛനോ മകനോ ഇനി ഇവിടെ എതിർത്താൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും. മര്യാദയ്ക്ക് നിങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞോ അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ. ഈ വീടിനകത്തേക്ക് പത്മ ഇനി അവളെ കേറ്റില്ല. ഒരാഗ്രഹം കൂടി എനിക്കുള്ളൂ. ആശുപത്രിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ചാവണം. എന്നിട്ട് കൊലക്കുറ്റത്തിന് പോലീസുകാർ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം മോളെ. എന്നിട്ട് അവിടെ പോയി എനിക്ക് അവളെ കാണണം. എന്നാലേ ഇത്രയും കാലം എന്റെ മനസ്സിൽ അവളിട്ട തീ അണയോ. എന്നാലും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇത്തരം മണ്ടത്തരങ്ങൾ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്തിനാ അവളെ കാവലിരുത്തിയത്? അതിന് മിത്ര മാഡം അവിടെ ഒരിടത്ത് വെറുതെ ഇരിക്കായിരുന്നു. ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നല്ലോ. താനൊന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ സ്വഭാവം എന്താണെന്നോ അവളുടെ ഉദ്ദേശം എന്താണെന്നോ തനിക്കൊരു ധാരണയില്ല. തന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? തന്നോട് ഒരാൾ നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അയാൾ നല്ലതാണെന്നാണ് തന്റെ വിശ്വാസം. വെറും മുൻവിധി. അങ്ങനെയാണെങ്കിൽ സാറ് മുൻവിധിയോടെയല്ലേ പറയുന്നത്? സാറിന്റെ കണക്കില് മിത്ര മാഡം നല്ലവളല്ല. അപ്പൊ പിന്നെ മിത്ര മാഡം ചെയ്യുന്ന ഒരു കാര്യവും നല്ലതാണെന്ന് സമ്മതിക്കൂല്ല. സമ്മതിച്ചുതരാം. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൽ അവള് മായം കലർത്തിയത് നല്ലതാണെന്ന് ഞാൻ സമ്മതിച്ചുതരാം. ഇതാ സാറിന്റെ കുഴപ്പം. സർ, ഞാനൊരു കാര്യം പറയാം. മിത്ര മാഡം തന്നെയാണിത് ചെയ്തതെന്ന ധാരണയോടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. പിന്നെ എന്തിനാ അവളെ ചെന്ന് കാണുന്നേ? ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കാനോ? താൻ ചിലപ്പോ അതും ചെയ്യും. അത്രയ്ക്ക് വിശ്വാസമാണല്ലോ അവളെ. സാർ, ഞാൻ മാത്രമല്ലല്ലോ മിത്ര മാഡത്തിനോട് നന്നായിട്ട് പെരുമാറുന്നത്.